എണ്ണ കാച്ചാതെ എണ്ണ ഉണ്ടാക്കിയെടുത്താൽ ഇതുപോലെ പൊടി ഉണ്ടാക്കിയെടുത്തിട്ട് ഇത് നല്ലൊരു ഹെയർ ഡൈ ഓയിലായിട്ട് യൂസ് ചെയ്യട്ടെ. കാരണം ഇത് തലമുടി നര തുടങ്ങിയിറക്കുന്നവർക്ക് തലമുടി ഇത് കൂടുതൽ നരയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട് അകാല നര തടയാനൊക്കെ ആയിട്ടും നല്ലതാണ്. ഇതുപോലെ നിങ്ങൾ പൊടി ഉണ്ടാക്കിയിട്ടതിന് ശേഷം വെറുതെ എണ്ണയിലിട്ട് വെച്ചാൽ മതി. പിന്നെ ഈ പൊടി നിങ്ങളിങ്ങനെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് വെറുതെ നമ്മൾ കുളിക്കുന്നതിനൊക്കെ തൊട്ട് മുൻപ് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തല തുറത്ത് കയറത്തില്ലേ, അന്നേരം ഈ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ പച്ചവെള്ളം ഒന്നും ഒഴിച്ച് കഴുകണ്ട. നിങ്ങൾ ഈ തല അഴി കയറിയാൽ മതി. മുടി നല്ല കറുപ്പായിട്ട് വളരും. നരച്ചേക്കുന്ന മുടിയൊക്കെ ബ്രൗൺ കളറിലൊക്കെ വരികയും ചെയ്യും കേട്ടോ. നല്ലൊരു ഇതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പം ഇത് ഒരു 3-4 തണ്ടോളം വരുന്ന രീതിയിൽ നിങ്ങൾ കറിവേപ്പില എടുക്കുക, ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിത് കരിഞ്ചീരകമാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ഒരു സ്പൂണുള്ള വരുന്ന രീതിയിൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഈ കരിഞ്ചീരകം എണ്ണാന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ, സെയിം അത് തന്നെ ഐറ്റം അതേപോലെ തന്നെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതും. കാരണം ആ ഒരു കളറിൽ തന്നെ വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ മൈലാഞ്ചിയുടെ എല്ലാം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ചട്ടിയിലിട്ടേക്കുന്ന ഐറ്റംസ് മനസ്സിലായില്ലേ, കുറച്ച് കറിവേപ്പിലയും കുറച്ച് കരിഞ്ചീരകം ഉലുവയും. ഈ മൈലാഞ്ചിയുടെ ഇല, പച്ച മൈലാഞ്ചിയുടെ ഇലയില്ലേ, ഊർത്തിയെടുത്തിട്ട് കറിവേപ്പില ഊർത്തിട്ട പോലെ തന്നെ അതും കൂടെ കൂടിയിട്ടെടുത്തിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പം ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ കൂട്ടത്തിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ ഇട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇത്രയും മൂന്നും കൂടി ഞാനിപ്പോൾ ചേർത്തൊന്ന് നന്നായിട്ട് ഇങ്ങനെ ചട്ടിയിലിട്ടൊന്ന് വറുക്കാം. അപ്പോൾ വറുത്ത് കഴിയുമ്പം ചട്ടിയുടെ ചൂടും കൊണ്ട് തന്നെ വേണ്ടില്ല, ഇതുപോലെ ഇങ്ങനെ നല്ല കിരികിരാന്ന് ഉണങ്ങി കിട്ടും. ഇത് നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ ഇങ്ങനെ ഉണക്കി വെച്ചേക്കുന്ന ഇല ഉള്ളതുകൊണ്ടാണ് ആ പച്ച ഇലയിട്ട് വറക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പച്ച ഇല കിട്ടുമെന്നുണ്ടെങ്കിൽ, മൈലാഞ്ചിയുടെ ഇല കിട്ടുമെങ്കിൽ കറിവേപ്പിൻ്റെ ഇല ഇട്ട് വറക്കണതിൻ്റെ കൂടുതൽ ഈ പച്ച ഇലകളും ഇട്ട് വറുത്തോട്ടോ. അപ്പം ഇതുപോലെ കിട്ടും. നമ്മൾ 2 ദിവസം വീണ്ടും അകത്ത് വെച്ചാൽ മതി. ഇതുപോലെ കണ്ടില്ലേ, ഇത് ഞാൻ 1 കൊല്ലമായി എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കുന്ന നമ്മുടെ മൈലാഞ്ചിയുടെ പൂവും ഇലയാണ്. അപ്പം ഇതിങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കാം, ആവശ്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് പൊടിച്ചു കൊടുക്കാനായിട്ടുള്ളത് നെല്ലിക്കയാണ് കേട്ടോ. ഉണക്ക നെല്ലിക്ക വീട്ടിലിരിക്കുന്നവർക്ക് ഉണക്ക നെല്ലിക്ക ചതച്ചിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പം നെല്ലിക്ക ഉണ്ടാവണമെന്നില്ലാത്ത ആളുകൾ നെല്ലിക്കയുടെ പൗഡർ ചേർത്തിട്ട് കൊടുത്താൽ മതി. ഈ നെല്ലിക്കയുടെ പൗഡറും ഈ കയ്യോന്നിയുടെയും അതുപോലെ തന്നെ ശികാക്കായുടെ, റീത്തയുടെയൊക്കെ, ചെമ്പരത്തിയുടെയൊക്കെ പൂവിൻ്റെയൊക്കെ പൗഡർ നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണമെങ്കിൽ മെസ്സഞ്ചറിലോട്ട് വരുവാണെങ്കിൽ ഞാൻ ഓഫർ പ്രൈസിൽ വാങ്ങാൻ ലിങ്ക് ഇട്ടിട്ട് കേട്ടോ. കാരണം 200 ഒക്കെ അടുത്താൽ വരുന്നുള്ളൂ. 100 ഗ്രാം വെച്ചിട്ട് 600 ഗ്രാമോളം വരുന്നുണ്ട്. എല്ലാം 5 പാക്കറ്റാണ്. അപ്പം വേണ്ടവരൊന്ന് മെസ്സഞ്ചറിലോട്ട് വാട്ടെ, ഞാൻ ലിങ്ക് ഇട്ടരാവേ. യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ആട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കയറി വാങ്ങിച്ചോ. മെസ്സഞ്ചറിലോട്ട് വന്നാൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വാങ്ങണ്ടേ. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ നീലമരിയുടെയാണ്. അപ്പോൾ നീലമരിയുടെ ഇലയാണ്. അപ്പോൾ ഇൻഡിഗോ പൗഡർ എന്നൊക്കെ കേട്ടിട്ടില്ല, അത് നമ്മൾ ഹെയർ ഡൈയിൽ ഉപയോഗിക്കുന്ന ഐറ്റംസാണ്. ഇപ്പോൾ നമ്മൾ ഈ പൊടിക്കാൻ വെച്ചേക്കുന്ന എല്ലാം. അപ്പം ഇൻഡിഗോയുടെ നമ്മുടെ ഈ നീലമരിയുടെ പൗഡർ വീട്ടിൽ ഉണ്ടെങ്കിൽ ഈ പൊടി നമ്മൾ ഈ ഇത്രയും പൊടിക്കാൻ വെച്ചേക്കുന്ന പൊടിയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതല്ല ഈ എല്ലാം നമ്മൾ മിക്കവരുടെ വീട്ടിൽ നീലമരിയൊക്കെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ആളുകളിങ്ങനെ ഹെയർ ഡൈക്ക് ഉപയോഗിക്കുന്നതായതുകൊണ്ട് അത് നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ചെടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇല ഊർത്തി 2 ദിവസം വീണ്ടും അകത്ത് വെച്ചാൽ മതി, അവിടെ നിന്ന് ഉണങ്ങിക്കോളും. എന്നിട്ട് നിങ്ങൾ ഇത്ര ഐറ്റംസിൻ്റെ കൂട്ടത്തിൽ പൊടിച്ചെടുത്താൽ മതി. നെല്ലിക്കയുടെ പൗഡറും നമ്മുടെ മൈലാഞ്ചിയുടെ ഇലയും അതുപോലെ തന്നെ കറിവേപ്പില വറുത്തതും കരിഞ്ചീരകം വറുത്തതും എല്ലാത്തിൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഹെയർ ഡൈയുടെ ഓയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ഈ മുടി നരച്ച് ഗ്രേ ആയിട്ട് വന്നേക്കുന്ന മുടിയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ബ്രൗൺ കളറിലേക്ക് വരും കേട്ടോ. ഞാൻ തേക്കുന്ന ഒരു ഓയിൽ ചെയ്തിട്ട് ഞാൻ അത് കറക്റ്റ് പറഞ്ഞു തന്നെ. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് പൊടി ഉണ്ടാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കുപ്പിയിലേക്ക് ഇട്ട് വെച്ചാൽ മതി. ഇത് നമുക്ക് പ്രായമായവർക്ക് മാത്രമല്ല കേട്ടോ. പ്രായമായെന്ന് വെച്ചിട്ടുണ്ട് വയസ്സായ ആൾക്കാരല്ല കേട്ടോ ഉദ്ദേശിച്ച്. ഒരു 30 വയസ്സിന് മുകളിലേക്കൊക്കെ ഞാനൊക്കെ തേക്കുന്ന എണ്ണ ഇതാണ് കേട്ടോ. കാരണം ഇപ്പോഴേ മുടി നരച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ എണ്ണയിലേക്ക് ഇട്ട് വയ്ക്കുക പൊടി. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ എണ്ണയ്ക്കൊരു മണം കിട്ടാനായിട്ടുണ്ടല്ലോ, നമുക്ക് ഈ റോസ്മേരിയുടെ ലീഫ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല മുടി കൊഴിച്ചിലും മാറും, എണ്ണയ്ക്ക് നല്ലൊരു മണവും കിട്ടും. അപ്പോൾ റോസ്മേരിയുടെ ലീഫും കൂടെ ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഇതുണ്ട്, ഇത് ഞാൻ ഇട്ട് വെച്ചേക്കുന്ന ഇതാണ്, കണ്ടില്ല, എല്ലാം കൂടെ പൊടിച്ചിട്ടിട്ട് നല്ലെണ്ണയിലേക്കാട്ടോ ഞാൻ ഇട്ട് വെച്ചേക്കണം. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലേക്കോ നല്ലെണ്ണയിലേക്കോ ഇട്ട് വെക്കാം. ഈ എണ്ണയ്ക്ക് ആ ഒരു കളറ് ചേഞ്ച് വരും. ഒരാഴ്ച വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു ചുവന്ന കളറിലേക്ക് വരും, ബ്രൗൺ കളറിലേക്ക് വരും കേട്ടോ. ഇനി നമുക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ പൊടി നമ്മൾക്ക് ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു നുള്ള തേയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് വെള്ളം ഉണ്ടാക്കിയെടുക്കാം. ഈ വെള്ളം നമ്മൾ തലയിൽ തേച്ച് നമ്മൾ എണ്ണയൊക്കെ തേച്ച് തല കഴുകത്തില്ല, അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളം നമ്മൾ കുളി കഴിഞ്ഞിട്ട് കയറൂലേ, നമ്മൾ ലാസ്റ്റ് തല തുടച്ച് കയറുമ്പം ഈ വെള്ളം ചൂടാറിയതിന് ശേഷം, ചൂടിനോടൊപ്പം തലയിലേക്ക് എടുത്ത് ഒഴിച്ചേക്കല്ല കേട്ടോ, തണുപ്പാറിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം നല്ല തണുപ്പ് വരില്ലേ, അന്നേരം നമുക്ക് തലയിൽ ഒഴിച്ച് കഴുകി വിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടാക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ കളർ തന്നെ ആയിട്ടാണ് നമ്മുടെ എണ്ണയ്ക്കും വരുന്നത്, കണ്ടില്ലേ? ആ ഒരു സത്തുകളെല്ലാം തന്നെ എണ്ണയിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങിയിട്ട് ആ ഒരു കളർ വരും. അപ്പോൾ അതായത് ഇതുപോലെ നിങ്ങൾക്ക് റോസ്മേരി ലീഫ് ഇട്ട് വെക്കുവാണെങ്കിൽ എണ്ണയ്ക്ക് നല്ല മണവും കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും ഓഫർ പ്രൈസിൽ റോസ്മേരിയുടെ ലീഫ് 500 ഗ്രാമിൻ്റെയും നമ്മുടെ അതായത് ഈ ഇതിൻ്റെ കോംബോ പൗഡർ വാങ്ങുവാണെങ്കിൽ എണ്ണയിലേക്ക് വെറുതെ ഇട്ട് വെച്ചാൽ മതി റോസ്മേരിയുടെ ലീഫിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ വേണ്ടവർ മെസ്സഞ്ചറിലോട്ട് വാട്ടോ. യൂട്യൂബിൽ പിള്ളേർ ആ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ലിങ്ക് ഉണ്ട്, നേരെ ക്ലിക്ക് ചെയ്തിട്ട് കയറിക്കോട്ടോ. ബൈ.